അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രത്യേകത ഉള്ളൊരു വ്ളോഗാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 12 days ഗ്യാപ്പിൽ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ നാട്ടിലേക്ക് പോണ കാര്യം ആർക്കും അറിയില്ല, ഉമ്മാക്ക് അറിയില്ല, വരുന്ന കാര്യം ഉമ്മാക്ക് അറിയില്ല, ഇക്കാക്ക് അറിയില്ല. ഇപ്പോൾ ഒരു 15 days മുന്നേ ഇക്കാക്കും ബാബിയും കൂടിയിട്ട് നാട്ടിലേക്ക് പോയി. അപ്പം എന്നോട് കുറേ പറഞ്ഞത് ഈ വായോ എന്താ വരാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ്. പിന്നെ ലീവ് കിട്ടാത്തൊരു ഇഷ്യൂ കൊണ്ട് എനിക്ക് പറ്റിയെന്നില്ല. പിന്നെ എന്തൊക്കെ ഒരു ഇതുകൊണ്ട് അത് സെറ്റായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പറയാണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മാക്കാണെങ്കിലും ഞാൻ വരാണ്ട് ഭയങ്കര വിഷമം. ഉമ്മാക്കും ഉപ്പാക്കായാലും ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അവിടെ നാട്ടിലാണെങ്കിലും എല്ലാവരും ഞാൻ മാത്രമേ ഉള്ളൂ. ഉമ്മത്തും ഇക്ക ബാബി എല്ലാവരും അവിടെയാണ്. അപ്പോൾ എന്തായാലും സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം എന്താ ഒരു റിയാക്ഷൻ എന്താണ്. അപ്പോൾ നമ്മുടെ എൻ്റെ കസിന് പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ആരതിനുള്ളിൽ സാധിക്കും. ഇപ്പോൾ നമ്മൾ കൊച്ചിൻ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഫ്ലൈറ്റ് കുറച്ച് നേരം ഡിലേ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, എത്തി. എന്നത്തെ പോലെ നമ്മുടെ ഫ്രണ്ട്, ഉറ്റ ഫ്രണ്ട് സ്പൈഡർ അലി മീൻസ് ഒമാലി, അദ്ദേഹം ഇന്നും പോസ്റ്റാണ്. അദ്ദേഹം ഇന്നും ഞാൻ വിളിച്ചപ്പോൾ ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ ആൾ തൃശ്ശൂർ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ടിരിക്കുകയാണ് ആള്. ഇപ്പം ഇനി വെയിറ്റ് ചെയ്യണം. അപ്പം നമുക്കിനി ബാക്കി കാര്യങ്ങൾ വൈകാതെ കാണാം. പിന്നെ ബോർഡിംഗ് പാസിൻ്റെ ഇടയിൽ എൻ്റെ റിങ് ഞാൻ മറന്നു വെച്ചു. എൻ്റെ ഗോൾഡൻ റിങ് ഞാൻ മറന്നു വെച്ചു. ഗോൾഡൻ റിങ് ഫോർ 10 dirhams ഞാൻ അവിടെ മറന്നു വെച്ചു. ഇനി നമ്മളെന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, അവരുടെ തീർക്കട്ടെ. അപ്പം നമുക്ക് ഇരിക്കാം, നല്ല വിശക്കുണ്ട്. വന്നിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ. എന്തായാലും നമ്മൾ ഈ രാത്രി പോകണില്ല, ഒരു സുബഹി സമയമാകുമ്പോൾ നമ്മൾ വീട്ടിൽ കയറാനാണ് പ്ലാൻ. ശക്തമായ പ്ലാനാണ്. നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ പിള്ളേർക്ക് ആർക്കും അറിയില്ല, എനിക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ വരുന്നത്. പിന്നെ അവിടെയുള്ള നമ്മുടെ ദുബായിലുള്ള ഫ്രണ്ട്സിനെ അറിയാം. എന്തായാലും നമുക്ക് കാണാം. ഒരു കൃത്യനിഷ്ഠത അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തെ പോലെ ഒമാലി വാക്ക് തെറ്റിച്ചില്ല, പോസ്റ്റാക്കിയിട്ടുണ്ട്. അത് സന്തോഷമുണ്ട് കാര്യങ്ങൾക്ക്. എന്ത് കഴിക്കാതെ നേരെ കൊച്ചി പോലെ സർപ്രൈസ് വെയിറ്റ്. അപ്പോൾ നമ്മുടെ പോസ്റ്റിൻ്റെ സ്പൈഡർ അങ്കിൾ വന്നിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സ്പൈഡർ അങ്കിളിൻ്റെ വൈഫും കൂടെ ഉണ്ട്. 12 മണിക്ക് ഇറങ്ങിയതാണ് ഞാനിവിടെ. 1.5 മണിക്കൂർ പോസ്റ്റ് എന്ന അദ്ദേഹമാണ്. കേറ് അതാണ് നമ്മുടെ മെയിൻ. അപ്പം നമുക്ക് ഫുഡ് കഴിച്ചിട്ടാവും ബാക്കി പരിപാടി. എന്താ കഥ? മഴ കാണാൻ വേണ്ടി ദിവസം മഴ. ഇന്നലെ വരെ, ഇന്ന് പുലർച്ചെ വരെ മഴ പെയ്തിരുന്നു. ബർക്കത്തില്ലാത്ത ഒരെണ്ണം വന്നിട്ട് മഴയില്ല. മഴ കാണാൻ വേണ്ടി ദുബായിൽ നിന്നും ടിക്കറ്റ് എടുത്ത് ഞാൻ ഇവിടെ ഇപ്പോ മഴയും ഇല്ല. ആരെ വിളിക്കാൻ വന്നത്? മഴക്കും പോസ്റ്റ് കൊടുത്ത് സ്പൈഡറില് ഫുൾ വരൾച്ച കൊണ്ട് ഇവിടെ നമുക്ക് വീട് അടക്കയാടെ എത്തിയാൽ മഴ പെയ്യുന്നതാണ്. സർപ്രൈസിന് നമ്മൾ ഇതാവില്ല, അതിൽ നമ്മൾ ഇതാവും. മഴയിൽ നമ്മൾ തോറ്റു. അടുത്ത സർപ്രൈസിന് നമ്മൾ വിജയിച്ചിരിക്കും. അങ്ങനെ നമ്മുടെ തൃശ്ശൂര് റൗണ്ട് പോകണമെന്നില്ലടാ. നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ പോലീസ്
അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ആഫ്റ്റർ 6 months ഞാൻ എൻ്റെ തൃശ്ശൂർ 6 മാസമായിട്ടുള്ളോ 1.5 വർഷമായില്ലേ? 6 months അല്ല 6 month ആയിട്ടുള്ളൂ. 6 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ തൃശ്ശൂർ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. ഇതാണ് നമ്മളെ പട്ടാളം പുറത്തല്ലേ, പട്ടാളത്തിനുള്ളൂ. ഇത് അലി സ്പൈഡർ അലി പട്ടാളം എല്ലാവിധ സാധനങ്ങളും വണ്ടിപരമായ സാധനങ്ങളും. എന്താണ് അതാണ് ഗ്യാസ് കറി. നമ്മളിനി അടുത്ത് കാണാൻ പോകുന്നത് ഉണ്ണിയപ്പം റോഡാണ് അല്ലേ? കുന്നോളത്തിന്റെ ഉണ്ണിയപ്പം റോഡ് അല്ല, നമ്മുടെ ഉണ്ണിയപ്പം റോഡ് എത്തും. അതൊക്കെ 6 മാസം മുന്നേ നമ്മുടെ തൃശ്ശൂര് കുന്നോളത്തെ ഉണ്ണിയപ്പം റോഡ് ഉണ്ട്. ഫ്രീ മസാജ് വെറുതെ അമ്മിട്ടല്ല, സ്പീഡിൽ പോണവരെ രക്ഷിക്കാൻ വേണ്ടി. അതെ ഒരു നമ്മൾ അങ്ങനെ നമ്മുടെ കുന്നുകുളം നമ്മളുടെ നഗരത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. എല്ലാതും പോയി. സർപ്രൈസ്. ഇനി ഏതാനും മണിക്കൂറുകൾ, അരമണിക്കൂറാണ് നമുക്ക് ബാക്കിയുള്ളൂ. 12 minutes കൂട്ടാം. ചിലപ്പോ ഉമ്മ ചോദിക്കും എന്തിനാണ് വന്നത്, അപ്പൊ മറ്റേ റീലുണ്ടില്ല ടിക്കറ്റ് ഒക്കെ എടുത്ത് നിന്റെ ഇതിനാണ് അങ്ങോട്ട് പറഞ്ഞിട്ട് ചോദിക്കും. ഞാൻ അവിടെ നിർത്തി വന്നല്ലേ ഇക്കാവേക്കും എന്റെ വണ്ടി പിന്നെ ആര് നോക്കും, എന്റെ റൂം ആര് നോക്കും, എന്റെ ഫ്ലാറ്റ് ആര് നോക്കും ഇക്കാന്ന് രാവിലെ തന്നെ മെസ്സേജ് വണ്ടി എടുക്കട്ടോ, വണ്ടി നോക്ക്, റൂം നോക്കിട്ടാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ഞാനാ ശരി ആയിക്കോട്ടെ. ഒന്ന് പോയി കഴിഞ്ഞാൽ കോമഡി ആവും. ഇക്കാ നാളെ പോകത്രേ. ക്ലാസ് അതുപോലെ ശരി കോമഡി അല്ലോ. ഓ പിന്നെ ഇത്ര സൂപ്പർ. രാവിലെ കേരളത്തിൽ വന്നിട്ട് ആദ്യമായി ഞാൻ കോമഡി കേട്ട് ചിരിച്ചു. 2 സെക്കൻഡ്. നമ്മളെത്ര അമ്മാനം മടിയുന്ന വഴികളാണ് ചെയ്തേ. അമ്മാനം മടിയുന്നു ഇപ്പൊ അടിപൊളി. അപ്പൊ ട്രൗസർ നോക്കിയേ, സിമ്പിൾ റോഡ്, കിടിലൻ മനുഷ്യനാണ്. സിമ്പിളാണ്. ജിമ്മിനാണ് ആർക്കേലും എന്താ പറയാ, എന്താണ് യൂസ് ചെയ്യണത്. ഇപ്പൊ തന്നെ അത്യാവശ്യം ക്ലൈൻസ് ഉണ്ട്. എന്താണ് എന്റെ പരിപാടി? നമ്മള് ഇവിടെ കാക്കശ്ശേരി സുക്കില് അവിടെ തന്നെ നമുക്ക് പേഴ്സണൽ ട്രെയിനിങ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. പിന്നെ വല്ല ഇഞ്ചുറീസ് റീഹാബ് അങ്ങനത്തെ ഒക്കെ നോക്കുന്നവർക്ക് വയ്യനാണ്. അവിടെ ഫിറ്റ്നസ് ട്രെയിനറാണ് ഇവിടുത്തെ. പിന്നെ ഇതൊക്കെ ശരിയാക്കിയതാണ്. ഉള്ളത് പോകാണ്ട് അല്ല നമുക്ക് ഡീൽ ചെയ്യാം. നമ്മൾ ജിമ്മിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും 15 days. യെസ് ബ്രോ. ഓക്കെ. ഇങ്ങനെയൊക്കെയാണ് കല്യാണം മുടങ്ങി കഴിഞ്ഞാലും ജിമ്മ് മുടങ്ങാൻ പാടില്ല എന്നാണ് വിദഗ്ധർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ കല്യാണം മുടങ്ങിയില്ലല്ലോ. രണ്ടും മുടങ്ങിയില്ല. ഇദ്ദേഹം എന്നായിട്ട് ഇളയതാണ്, പക്ഷെ കല്യാണം കഴിച്ചു. ഒന്നും കട്ടിയില്ല. അപ്പൊ നമുക്ക് ഇനി വീടിന്റെ വഴിയിലെത്തുമ്പോ നമുക്ക് എടുക്കാം അല്ലെ. വലിയ ജീപ്പ് എന്താ ഈ വണ്ടിയുടെ ജീപ്പൊക്കെ അങ്ങനെ ഫുള്ളാവും. അത് കുറച്ചുള്ളൂ. നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം നാട് വടക്കേകാട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നെന്താ ഒരു മരണം ഉണ്ട് തോന്നണം ഉമ്മാക്ക്. നമ്മളുടെ ഒരു ഫാമിലിയിൽ ഒരു മരണം ഉണ്ട്. അപ്പോൾ ഉമ്മ അങ്ങോട്ട് പോവുകയാണ്. ഉപ്പ വീട്ടിലുണ്ട്, ഉപ്പും ഇക്കം വീട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഉമ്മ 2ാമത് വരുമല്ലോ, അപ്പം നമുക്ക് നോക്കാം. അപ്പം ആദ്യം നമുക്ക് ഉപ്പാനും പിടിക്കാം, ഇക്കാനും പിടിക്കാം. പാട് ഷൂ വാങ്ങാൻ വരുന്നുണ്ടാണ് ഉപ്പാട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കൊടുക്കണം പറഞ്ഞു. ചടക്കൊന്ന് പറഞ്ഞൊന്നും എന്താ നോക്കണ ഈ ചക്കര എവിടെ കണ്ടിരുന്നു, പിന്നെ എവിടെയും കണ്ടിട്ടുണ്ടല്ലോ.
ഞാനൊരു പ്രവാസിയായോ എന്നൊരു സംശയം കോളേജ് ഞാനൊരു ഫസ്റ്റ് ചോദ്യം ചോദിക്കട്ടെ? ഞങ്ങടാ എന്റെ അറബിക്കഥ കഴിഞ്ഞ് ഈ അവിടെ കേടന്ന എന്താ പറയാ 2 റോഡ് കാണിച്ചിട്ട് ഒരാള് ഗൾഫിത്തെ പോലെ പോയിക്ക എന്നിട്ട് അറിയാത്ത പോലെ അതൊരു സീൻ ഉണ്ടായി. ഞാൻ റൈറ്റ് വന്നു എന്നിട്ട് ഞാൻ റൈറ്റ് എടുത്ത് പോയില്ലേ? പിന്നെ ഇങ്ങനെ വലുതിട്ട് വരുമ്പോ ഞാൻ പറഞ്ഞു റൈറ്റ് എടുക്കാൻ പറഞ്ഞു, കാരണം അവിടെ റൈറ്റ് ട്രാക്ക് അല്ലേ, റൈറ്റ് ട്രാക്ക് എടുത്ത് പോയി മണ്ടൻ. അത് ശരി. അങ്ങനെ നമ്മളുടെ വീട്ടിലേക്കുള്ള നമുക്ക് 2 തരത്തിൽ വീട്ടിലേക്ക് പോവാം. ഇത് ചിന്ന വഴി. അപ്പൊ ചിന്ന വഴിയാണ് നമ്മളിപ്പോ പോകാൻ പോകുന്നത്. ഇത് നമ്മളുടെ ഒരു നൊസ്റ്റാൾജിക് വഴിയാണ്. പച്ചപ്പ് കണ്ടു ഞാൻ. 2 വർഷത്തിന്റെ ബിൽഡപ്പ് കൊടുത്ത 6 മാസമായാലും 3 മാസമായാലും പോയി കഴിഞ്ഞാൽ ആ ഒരു പ്രവാസിയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ വന്നിട്ട് കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടല്ലോ, റോഡ് ഇങ്ങനെയാണോ, അത് എല്ലാരും ചോദിക്കണോ ചോദിച്ചില്ലെങ്കിൽ മോശമാണ്. അതന്നെ 5 എണ്ണം ഞാനോട് പറഞ്ഞില്ലേ. റോഡ് മഴ, പക്ഷെ മഴ വന്നിട്ട് ഇത്ര മഴ അത് പെയ്യും. കണ്ടില്ല അവിടെയൊക്കെ വെള്ളം ഉണ്ട്. മഴ ഇന്ന് പെയ്യും മഴ. ആളാന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് മഴ പെയ്തിട്ട് ഞാൻ ആ ഒരു സംഭവം മറ്റേ ഇപ്പൊ എല്ലാവരും ചെയ്യണില്ലേ ജിമ്മിന്റെ ചെയ്തിട്ട് മഴ പെയ്യും. മഴക്കാറ് വരും, മഴ പെയ്യണം. വന്നിട്ട് ഇപ്പൊ എത്ര മണിക്കൂറായി? ഞാൻ ശരിക്കും പറഞ്ഞാല് 12:30 ഇറങ്ങിയതാണ്. ഇയാള് വന്നത് 12:35 ഇറങ്ങിയതാണ് അവിടെ. ഇയാള് തൃശ്ശൂരിന് 12:35 തൃശ്ശൂർ എത്തിയിട്ടുള്ളൂ. 1:30 ഇറങ്ങി. ലോഞ്ച് കാർഡ് കടത്താണ്. ലോഞ്ച് ഇക്കാടെ ലോഞ്ച് കാർഡ് കാരണം ഇന്ത്യ ലോഞ്ച് കാർഡ് ഇക്കാതെ കൊടുത്തു. അപ്പൊ ഞാൻ പിന്നെ ഇത് യൂസ് ചെയ്യാം. ലോഞ്ച് യൂസ് ചെയ്തോട്ടെ ഇവിടെ നിന്നൊക്കെ മുഖം മറിച്ച് പോകണം. നമ്മളിങ്ങനെ ഇതിങ്ങനെ മറിച്ചാലോ? ഇത് കാണില്ല അല്ലേ? ഇത് നമ്മളെ ബക്കർക്കാട് വീട്. ബക്കർക്ക് അവിടെ ഇല്ല. അവസാനം നമ്മളെ വീട്ടിൽ ഈ ഫോൺ എടുത്ത് പോകട്ടോ. വീഡിയോ എടുത്ത് പോകണം. വീഡിയോ ഓണാക്കാൻ കേട്ടോ. വീഡിയോ ഓണാക്കിയാൽ ഇന്റെ ഫോൺ എടുത്ത് പോയിക്കോ. ഓക്കെ എടുത്തോ. നല്ലത്. അപ്പൊ ഇതിലുണ്ടാവും. ഇതാണ് നമ്മള് കാതർ കഴിഞ്ഞ എന്റെ വീട്. കേറ്റെടുത്തിട്ടാ ഈ ഡോറൊക്കെ ഇവിടെ വണ്ടി എത്തി. ഞാനിപ്പോ ഇവിടെ പോയിട്ട് ഫോൺ ഇങ്ങനെ സാധാരണ പോയിക്കോ. ഞാൻ വരുമ്പോ വീട് എടുത്താൽ മതി. ക്യാമറ ഒക്കെ തുടക്ക്. മുമ്പുണ്ട് ഗ്യാസായിട്ട് പച്ചവെള്ളം വാങ്ങിച്ചു. പുള്ളി പോയാൽ ഇന്നെ വിളിച്ചാൽ മതി. എന്ത് ഓക്കെ ശരി പ്രശ്നമില്ലല്ലോ. മാതാരില്ലല്ലോ. എൻ്റെ ഇനോവ മൈ ജർമ്മൻ ഗേൾ. ധവൻക്കാണ് ഷൂ വേണ്ടത്. എന്താണ് അണ്ട് കൊടുക്കാല്ലേ? അവനക്ക് തന്നെ കൊടുക്കാല്ലേ ഷൂ? ഹാപ്പി വാ ഇനി ലഗേജ് എടുക്കാം. മെഷീൻ 1 സക്സസ് അല്ലേ? ഇനി 2, 3, 4 ഉണ്ട്. ഈ പ്രവാസിയാടാ, ഞാനവിടെ പെട്ടെടുത്തരണ്ട്. സോറി, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമല്ല കേട്ടോ, ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഇമ്മ വന്നിട്ടുണ്ട്, നമുക്ക് ഉമ്മയുടെ റിയാക്ഷൻ കാണാം. ഓക്കെ.
ഹലോ കടയല്ലേ ആന്ന് ഞാൻ പറഞ്ഞോ അത് നിങ്ങൾക്ക് ആദ്യം വിളിച്ചു ഞാന് ലീവ് കണ്ട് കഴിച്ച് യശോട് പറഞ്ഞില്ലല്ലോ. അതിന്റെ മുണ്ടാണ്ട് വന്നിട്ടേ പാപ്പ എന്നെ വിളിച്ചോടുന്നതാ. ഇല്ല കുഴപ്പമൊന്നുമില്ല, ഒരു സർപ്രൈസ് ആയിട്ട് വന്നിക്കുക. ഇല്ല വെറുതെ പറഞ്ഞിട്ട് ശരി. ആ ഒരാള് ഇങ്ങനെ നിക്ക ഇപ്പ മോമാലി. ഞാൻ ഇന്നലെ രാത്രി ഇറങ്ങിയിരിക്കണം. പക്ഷെ രാത്രി എങ്ങനെ 1:30 ഇറങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ വരിക ആ സമയത്ത്. അപ്പൊ പിന്നെ എന്തായാലും രാവിലെ ഒരാഴ്ച ഒരാള് ഇങ്ങനെ ഉറക്കത്തില് എന്തോ ഒരു ഇത് ഉണ്ട്, ഒരു എന്താ പോലെ സൗണ്ടാ എന്താന്ന് അറിയില്ല. ഇവന് ഭയങ്കര ഉഷാറിലിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അരമംഗലത്തേര് വരിക പറഞ്ഞപ്പോ കുഞ്ഞു അവര് എല്ലാരും കൂടിയിട്ടുണ്ടായി. വല്ലാത്ത പ്രതീക്ഷിച്ചു നീച്ച് കണ്ടപ്പോഴാ ഞാൻ ഇതിന്റെ മുഖം കാണണ ബേജാറ് പിടിച്ചു. അപ്പൊ ഞാനിത് എന്താ ഞാൻ എന്നിട്ട് ചോദിച്ച് പിന്നെ നിങ്ങള് റവ മേടിച്ചേക്കണെന്ന് വെച്ചപ്പോ ഇല്ല അതിന് പോവാൻ പറ്റണ്ടേന്നൊക്കെ. ഒരാളിങ്ങനെ നിക്ക ഇപ്പൊ വണ്ടിയില് മോമാലിനായിട്ട് ആ മോമാലി ഷൂ വാങ്ങാൻ വന്ന ആദ്യം. അതല്ലേ എന്നോട് ഷെരീഫ്ക്ക് വിളിച്ച് പറഞ്ഞി എന്താ നിങ്ങള് എന്താ ഇവിടെ മരണപ്പെട്ടു അപ്പൊ ഉമ്മ പോവെന്ന് പറഞ്ഞു. അപ്പൊ ഷെരീഫ് കൊണ്ട് ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചില്ലേ, ആ ഷെരീഫ് വിളിച്ചു ചോദിച്ചാ. അപ്പൊ ഷെരീഫ് പറഞ്ഞു വേഗം അവൻ ആക്കി കൊടുത്തോ ഇപ്പൊ പോകും പറഞ്ഞു. അപ്പൊ അതിന് നിങ്ങള് പോയിട്ട് ഇങ്ങോട്ട് വരട്ടെ വിചാരിച്ചു. ഹലോ പെണിച്ചിട്ടുള്ളോ? അതെ ഈ വിളിക്കാണ്ടായപ്പോഴേ അന്നെ കാണണം പറഞ്ഞിട്ടൊരു കുട്ടിയെ അപ്പൊ എന്തായാലും കാണിച്ചു കൊടുത്തില്ല വെച്ചെങ്കിൽ ഇപ്പൊ വിഷമാവില്ലേ? അതാ ഞങ്ങളും അറിഞ്ഞില്ല, ഞങ്ങളാകെ സർപ്രൈസായി. ഇന്നലെ ഫിലിം പറഞ്ഞ ഇതിലായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞു തിങ്കളാഴ്ച ഫിലിമിന് സിനിമ ഇപ്പൊ എന്താ സിനിമ ഒക്കെ ഇറങ്ങി ചെയ്യാറാ സർപ്രൈസ് അടിപൊളിയായിട്ടാ. എന്ത് 10 ദിവസമുള്ളോ? കല്യാണം 10 ദിവസത്തിനുള്ളിൽ ഉണ്ടാവും. 9 കൂടാം ഉച്ചക്കോ ഉച്ചകളായിട്ട് തലേന്നുണ്ടാവില്ലേ? അപ്പുറത്ത് കൂടി രാവിലെ എന്ത് കണ്ടിട്ടേ മുണ്ടാണ്ട് പോവാ എന്ത് റോളല്ലേ
കണ്ടിട്ട് മുണ്ടാണ്ട് പോവാ. ഞാൻ വണ്ടി ബാസിലേക്ക് വിചാരിച്ചു സത്യോ ബാസിലേക്ക് വിചാരിച്ചു. ഒരാള് നിലവിളിയെന്ന് അവിടെ നിന്നിട്ട് മുത്തു ഞാൻ ഒന്നും മുത്തു കരയിടുന്നല്ലേ ഞാൻ വന്ന് നോക്കുമ്പോ ബാസിലിക്കാ വണ്ടിയാണ്. നമ്മള് നമ്മുടെ ആദൂനെ കാണാൻ പോണേ. അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്നലെ രാത്രി വരാൻ പറഞ്ഞതാ. അത് പറഞ്ഞിട്ടില്ല. നമുക്ക് അതിന് വേണ്ടി പോവാം. അസ്സലാമലൈക്കും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ എന്താ സർപ്രൈസ് വീഡിയോ. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കള വീഡിയോ ഒക്കെ എടുത്തതെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നു. പിന്നെ കുറച്ച് ആൾക്കാർ വീഡിയോ ഓണാക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇത്രയുള്ളൂ. പിന്നെയും നല്ല വീഡിയോസൊക്കെ വരും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക, ഷെയർ ചെയ്യുക.